بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, മേലായ റബ്ബിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. വിശുദ്ധ റമദാൻ മാസത്തെ വിശുദ്ധ നോമ്പിനെ വരവേൽക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന നമ്മളെല്ലാം മനസ്സിൽ ഓർമ്മ പുതുക്കുവാൻ ഏതാനും വിഷയങ്ങളാണ് ഇന്ന് ഈ മിമ്പർ എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റമദാൻ കൂടി സമാഗതമാവുകയാണ്. ചില ചിന്തകളും ആലോചനകളും വികാരങ്ങളുമൊക്കെ വിശുദ്ധ റമദാനാകുന്ന ഒരു വിശിഷ്ടാതിഥി നമ്മെ തേടിയെത്തുമ്പോൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ സച്ചരിതർ റമദാൻ സമാഗതമാകുമ്പോൾ
റമദാനിനെ യഥാവിധം സ്വീകരിക്കുവാൻ ആലോചിക്കുന്നവരും അതിനുവേണ്ട പ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നവരുമായിരുന്നു. റമദാൻ യാത്രയായാലും അവരുടെ ചര്യ റമദാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരന്വേഷണം, ഒരു വിചാരണ, ഇങ്ങനെയൊക്കെയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വറബ്ബുക യഖ്ലുഖു മാ യശാ വയഖ്താർ. നിൻ്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു, അവൻ ഇച്ഛിക്കുന്നത് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്. താൻ ഉദ്ദേശിക്കുന്നത് പടക്കുക, താൻ ഇഷ്ടപ്പെടുന്നതിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അള്ളാഹു സ്ഥലങ്ങളെയും കാലങ്ങളെയും വ്യക്തികളെയും കർമ്മങ്ങളെയും ഒക്കെ തിരഞ്ഞെടുത്തത് നമുക്ക് പ്രമാണങ്ങൾ പരതിയാൽ കാണുവാൻ സാധിക്കും. കാലങ്ങളിൽ അള്ളാഹു ചില കാലങ്ങളെ, അതിൽ റമദാൻ മാസം വിശിഷ്യ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത മാസമാണ്. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുപ്പ് റമദാൻ മാസത്തിൻ്റെ വിഷയത്തിൽ? റമദാൻ മാസം അത് പുണ്യങ്ങളുടെ ഇതര മാസങ്ങളിൽ നിന്ന് ഭിന്നമായി പല പുണ്യങ്ങളും, ആ പുണ്യങ്ങൾക്ക് പ്രതിഫലം ഇരട്ടിയായും അള്ളാഹു തിരഞ്ഞെടുത്തു. വാന കവാടങ്ങൾ തുറന്നിട്ടു, കാരുണ്യ കവാടങ്ങൾ തുറന്നിട്ടു. വിണ്ണിൽ നിന്നുള്ള കാരുണ്യവർഷം മണ്ണിലേക്ക് പ്രവഹിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വാന കവാടങ്ങളെ തുറന്നിട്ട്, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ വയാ ബാഗിയ ശർ അഖ്സിർ, നന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ വരൂ, തിന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ മതിയാക്കൂ എന്ന് വിളംബരം നടത്തുന്ന മാസമാണ് റമദാൻ മാസം. നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന, ജിന്നുവർഗത്തിൽ മല്ലന്മാരെയും പോക്കിരികളെയും ബന്ധിക്കപ്പെടുന്ന മാസം. ആ നിലയിൽ അള്ളാഹു റമദാനിനെ തിരഞ്ഞെടുത്തു. വിശുദ്ധ റമദാനിൽ അള്ളാഹു ഒരു രാവിനെ പ്രത്യേകം നിശ്ചയിച്ചു. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ ഹുരിമ ഖൈറഹ ഹുരിമൽ ഖൈറു കുല്ലു, ഹുരിമൽ ഖൈറ കുല്ലു. റമദാനിൽ അള്ളാഹു തിരഞ്ഞെടുത്ത പ്രത്യേക രാവ്, അതിൽ കുറേ ഖൈറുകളാണ്, നന്മകളാണ്. ആ നന്മ ഒരാൾക്ക് ഹറാമാക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, തടയപ്പെട്ടിട്ടുണ്ട്, എല്ലാ നന്മയും തടയപ്പെട്ടവനാണ് ആ മനുഷ്യൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ റമദാനിനെ അള്ളാഹു ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തു. അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുപ്പ് അത് ഏറെ ഹൃദ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പുണ്യങ്ങൾ കൊണ്ട്, പുണ്യപ്രവൃത്തികൾക്ക് പ്രതിഫലങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ട്, വാനകവാടങ്ങൾ, കാരുണ്യ കവാടങ്ങൾ, സ്വർഗ കവാടങ്ങൾ തുറന്നു നൽകിക്കൊണ്ട്, നരക കവാടങ്ങൾ അടക്കപ്പെട്ടുകൊണ്ട് റമദാനിൽ വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക ഫീ കുല്ലി ലൈലത്തിൻ, നരകത്തിൽ നിന്ന് അള്ളാഹു മോചനമേകുന്ന അള്ളാഹുവിൻ്റെ ദാസന്മാരുണ്ട്, അതെല്ലാ രാവുകളിലുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേവലം ഒരു തെരഞ്ഞെടുപ്പല്ല, റമദാൻ പ്രത്യേക നിലക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ആ ഒരു റമദാനെയാണ് നമ്മൾ സ്വീകരിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ, അംബിയ മുർസലീങ്ങളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു വചനമുണ്ട്. അല്ലാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊരു ചോദ്യം, മാ അഅജലക അൻ ഖൗമിക യാ മൂസ ഖാല ഹും ഉലായി അലാ അസരി വഅജിൽതു ഇലൈക റബ്ബി ലിതർദ. ഏറെ പണ്ഡിതന്മാർ വിശദീകരിച്ചൊരു വചനാണിത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് ഇസ്രായേലരെയും കൊണ്ട് രക്ഷപ്പെട്ട് മറുകര പറ്റി സൈനായിലെത്തിയപ്പോൾ
അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കൊരു സമയം നൽകി. അള്ളാഹുമായിട്ടുള്ള ഒരു സംസാരത്തിന് ഒരു വാഗ്ദത്ത സമയം. ആ സമയത്തിലേക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിൽ നിന്നുള്ള 70 പണ്ഡിതന്മാരെയും കൊണ്ടാണ് അള്ളാഹുവിനോടുള്ള ലിഖാഇന് അല്ലെങ്കിൽ അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിന് തൂർ സൈന പർവ്വതത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത്. വിശുദ്ധ ഖുർആൻ ഈ വിഷയം പല സ്ഥലങ്ങളിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. വവഅദ്നാ മൂസ 30 ലൈലതൻ വഅത്മംനാഹാ ബിഅശ്രിൻ ഫതമ്മ മീഖാതു റബ്ബിഹി 40 ലൈല വഖാല മൂസ ലിഅഖീഹി ഹാറൂന ഖ്ലുഫ്നി ഫീ ഖൗമി വഅസ്ലിഹ് വലാ തത്തബിഅ സബീലൽ മുഫ്സിദീൻ എന്ന് തുടങ്ങിയിട്ട് സൂറത്തു ആറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കാണാൻ പോയ ആ വിഷയമാണ് ഉണർത്തുന്നത്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വഖ്താറ മൂസ ഖൗമഹു 70 റജുലൻ ലിമീഖാതിനാ. മൂസ തൻ്റെ ജനതയിൽ നിന്ന് 70 പേരെ നമ്മളോടുള്ള ആ സംഭാഷണത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന ആ സന്ദർഭം, അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഏതായാലും 70 പേരെ തെരഞ്ഞെടുത്ത്, അവർ പണ്ഡിതന്മാരായിരുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂനെ ഇസ്രായേലിയരിൽ പ്രതിനിധിയാക്കി അള്ളാഹുവിലേക്ക് പോയ സന്ദർഭത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഉണ്ട്, തെരഞ്ഞെടുത്ത 70 പേരുമുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കലെത്തിയപ്പോൾ സംസാരിക്കുവാനും സംവദിക്കാനും മൂസയാണ് മുന്നിൽ, മറ്റോലെ എത്തിയിട്ടില്ല, ഒപ്പല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ് വമാ അഅജലക അൻ ഖൗമിക യാ മൂസ. മൂസ, കൂടെയുള്ള ഖൗമില്ല, നിങ്ങളെന്താണ് തിരക്ക് കൂട്ടി ഇങ്ങോട്ട് വന്നത്? എന്തിനാ ധൃതിപ്പെട്ട് തിരക്ക് പിടിച്ച് വന്നത്? അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് ഹും ഉലാഇ അലാ അസരി. അള്ളാഹുവേ, 70 പേർ അവർ എൻ്റെ പിന്നാലെ ഉണ്ട്, ഒലിപ്പെത്തും. വ അജിൽതു ഇലൈക റബ്ബി ലിതർദ. അള്ളാഹുവേ, ഞാൻ നിൻ്റെ അടുക്കലേക്ക് വേഗത്തിൽ വന്നത് നീ എന്നെ പ്രീതിപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടാൻ തിരക്ക് കൂട്ടിച്ചെല്ലുക എന്നുള്ളത് നബിമാരുടെ സുന്നത്താണ്. അള്ളാഹു നമുക്കൊരു അവസരം ഇവിടെ കനിഞ്ഞരുളാണ്. എന്തിന്? അള്ളാഹുവിൻ്റെ പ്രീതി അത് മുകളിൽ നിന്ന് നമ്മളിലേക്ക് വർഷിക്കുവാൻ വേണ്ടി. അള്ളാഹുവിൻ്റെ പ്രീതിയെ നമുക്കറിയാം. എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്? വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദ്ൻ വറിദ്വാനും മിനല്ലാഹി അക്ബർ. വഅദല്ലാഹു അൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിൽ നദികൾ ഒഴുകുന്ന സ്വർഗീയ തോട്ടങ്ങൾ. വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദ്ൻ, നിത്യവാസത്തിൻ്റെ സ്വർഗീയ തോട്ടങ്ങളിൽ വിശിഷ്ടമായ ഭവനങ്ങളും അള്ളാഹു വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വറിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൽ നിന്നുള്ള പ്രീതിയാണ് ഏറ്റവും മഹനീയമായത്, വലുത് എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ പ്രീതി ദാസന്മാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല, പിന്നെയോ അത് ഏറെ വലുതാണ്, മഹനീയമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പോൾ ആ പ്രീതി നേടാനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സത്വരഗമനം. ഒന്നിച്ച് തൻ്റെ കൂടെയുള്ളവരോടൊപ്പം പോകേണ്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ധൃതിപ്പെട്ട അള്ളാഹുവിലേക്ക് എത്തിയിട്ട് പറയുന്നത് വഅജിൽതു ഇലൈക റബ്ബി ലിതർദ, റബ്ബേ, തിരക്ക് കൂട്ടി വന്നത് നീ പ്രീതിപ്പെടാനാണ് എന്നാണ്. ആ പ്രീതിയാണ് നമ്മൾ ദുനിയാവിലെ നമ്മളുടെ ഈ കർമ്മങ്ങളിലൂടെ ലാക്കാക്കുന്നതും ലക്ഷ്യമാക്കുന്നതും. അതുകൊണ്ടാണ് സ്വർഗീയ അനുഗ്രഹങ്ങളെ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയപ്പോൾ സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട്. എന്താണ് അള്ളാഹുവിൻ്റെ ചോദ്യം? ഹൽ റദീതും, സ്വർഗവാസികളെ നിങ്ങൾ പ്രീതിപ്പെട്ടോ? എല്ലാവരും സ്വർഗത്തിലാണ്. അള്ളാഹുവിൻ്റെ ചോദ്യം, നിങ്ങൾ പ്രീതിപ്പെട്ടോ, നിങ്ങൾക്ക് തൃപ്തിയായോ എന്ന ചോദ്യമാണ്. അപ്പോൾ സ്വർഗവാസികൾ അള്ളാഹുവിനോട് പ്രതികരിക്കുകയാണ് മാലനാലാ നർള ഖദ് അഅതൈതനാ മാലം തുഅതി അഹദൻ മിൻ ഖൽഖിക്. അള്ളാഹുവെ, ഞങ്ങൾ എന്തുകൊണ്ട് പ്രീതിപ്പെടാതിരിക്കും? നീ ഞങ്ങൾക്ക് ഏകിയിരിക്കുന്നത് നിൻ്റെ പടപ്പുകളിൽ ഒരാൾക്കും നീ നൽകാത്തത്രയാണ്. നിൻ്റെ പടപ്പുകളിൽ ഒരാൾക്കും നൽകാത്തത്ര സുഖങ്ങൾ,
അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കെ ഞങ്ങൾ എങ്ങനെ പ്രീതിപ്പെടാതിരിക്കും എന്ന് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഞാൻ ഇനിയും നിങ്ങൾക്ക് നൽകും എന്നാണ്. അപ്പോൾ എന്താണ് നൽകുന്നത്? അള്ളാഹു പറയും ഉഹില്ലു അലൈക്കും റിദ്വാനി, എൻ്റെ തൃപ്തി ഞാൻ നിങ്ങളിൽ നൽകുകയാണ്. ഫല അസ്ഖതു അലൈക്കും ബഅദഹു അബദ, അതിൽ പിന്നെ ഇനി ഞാൻ ഒരിക്കലും നിങ്ങളുടെ നേരെ ദേഷ്യപ്പെടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. അപ്പോൾ ഉഹില്ലു അലൈക്കും റിദ്വാനി, സ്വർഗവാസികളെ നിങ്ങളുടെ മേൽ ഞാൻ എൻ്റെ പ്രീതി അവതരിപ്പിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ സ്വർഗീയാനുഗ്രഹങ്ങളിൽ അതിവിശിഷ്ടവും മഹനീയവുമാണ് അള്ളാഹുവിൻ്റെ റിദ, അള്ളാഹുവിൻ്റെ പ്രീതി എന്ന് പറയുന്നത്. ആ പ്രീതി അത് അള്ളാഹു നമ്മളിൽ കനിയുവാൻ അരുളുവാൻ അള്ളാഹു നിശ്ചയിച്ച അവസരങ്ങളാണ്, സമയങ്ങളാണ്. വരാനിരിക്കുന്ന രാവുകൾ പകലുകൾ, വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പുണ്യം നിറഞ്ഞ സമയങ്ങൾ. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രീതി, ആ ഒരു പുണ്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം നമ്മളിൽ നിന്നുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മുഖ്യമാണ്, വളരെ പ്രധാനമാണ്. എന്തൊരൊരുക്കമാണ് നമ്മളുടെ പക്ഷത്ത് നിന്ന് അതിനു വേണ്ടി ഉണ്ടായത്? സൂറത്ത് തൗബയിൽ ഒരു വചനം നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കപട വിശ്വാസികളെക്കുറിച്ച് പറയുകയാണ്, വലൗ അറാദുൽ ഖുറൂജ് ലഅഅദ്ദു ലഹു ഉദ്ദതൻ വലാകിൻ കരിഹല്ലാഹു ബിഅസഹും ഫസബ്ബതഹും വഖീല ഖുഉദു മഅൽ ഖാഇദീൻ. കപട വിശ്വാസികളുടെ വിഷയത്തിൽ അള്ളാഹു പറയാണ്, വലൗ അറാദുൽ ഖുറൂജ്, അവർ പുറപ്പെടുവാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലഅഅദ്ദു ലഹു ഉദ്ദതൻ, പുറപ്പാടിനാവശ്യമായിട്ടുള്ള ഒരുക്കം അവർ നടത്തുമായിരുന്നു. തബൂക്കിലേക്കുള്ള മുസ്ലിം സൈന്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നയിച്ചപ്പോൾ കപടന്മാർ പിന്തുകയുണ്ടായി. അവർ പുറപ്പെടാതെ മാറി ഇരിക്കുകയുണ്ടായി. പിന്നീട് യുദ്ധം കഴിഞ്ഞതിൽ പിന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പല ഒഴിവ് കഴിവുകളും വ്യാജ വർത്തമാനങ്ങളും പറഞ്ഞ് മൊഞ്ചാക്കുകയാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മനസ്സ് വായിക്കുന്നവനാണ്. ഉപരിപ്ലവമായ നാട്യങ്ങളും കപടമായ പെരുമാറ്റങ്ങളും അത് റബ്ബിങ്കൽ വിലപ്പോകില്ല. അള്ളാഹുവിൻ്റെ നോട്ടം ഖൽബുകളിലേക്കാണ്. മനസ്സകം എന്ത് കൊണ്ട് നടക്കുന്നു എന്നത് അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വചനം അവതരിപ്പിച്ചു. എന്താ അള്ളാഹു പറഞ്ഞത്? വലൗ അറാദുൽ ഖുറൂജ്, ഈ ഒഴിവ് കഴിവുകൾ നിരത്തുന്ന ആളുകൾ ഒരു പുറപ്പാട് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലഅഅദ്ദു ലഹു ഉദ്ദതൻ, ആ പുറപ്പാടിന് വേണ്ട ഒരുക്കം തയ്യാറെടുപ്പ് അവർ നടത്തുമായിരുന്നു. അവർ തയ്യാറെടുപ്പ് നടത്തിയില്ല. അതുകൊണ്ട് തന്നെ വലാകിൻ കരിഹല്ലാഹു ബിഅസഹും, അവർ പുറപ്പെടുന്നത് അള്ളാഹു വെറുത്തു. ഫസബ്ബതഹും വഖീല ഖുഉദു മഅൽ ഖാഇദീൻ, അവരെ പിന്തിയിരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഇരുത്താൻ അവരോട് ഇരിക്കാൻ പറഞ്ഞു. അവർ പുറപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മതിച്ചില്ല. കാരണം എന്താ? അവർക്കൊരു ഒരുക്കവുമില്ല, ഒരു തയ്യാറെടുപ്പില്ല. ഒരു അവസരത്തെ മുതലെടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർ അതിനു വേണ്ട തയ്യാറെടുപ്പ് നടത്തും. അവർക്കൊരു നിശ്ചയദാർഢ്യവും അവർക്ക് ഒരു നല്ല നീയത്തും ഉണ്ടായിരിക്കും. അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തുക എന്നുള്ളത് വിശ്വാസികളുടെ ലക്ഷണമാണ്. ഒരുക്കം നടത്താത്തവർ കപടന്മാരുടെ ഗണത്തിലാണ്. അൽ ജിദ് ബിൻ ഖൈസ്, കപട വിശ്വാസികളുടെ നേതാവ് അൽ ജിദ് ബിൻ ഖൈസ്, അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂലിനെ പോലെ ഒരു കപടനായിരുന്നു ജിദ് ബിൻ ഖൈസ്. ഈ തബൂക്ക് യുദ്ധത്തിൽ അവന് ഈ വലോ അറാദുൽ ഖുറൂജ് ലഅഅദ്ദു ലഹു ഉദ്ദതൻ എന്ന് അള്ളാഹു പറഞ്ഞില്ലേ, തയ്യാറെടുക്കുമായിരുന്നു. തയ്യാറെടുപ്പ് നടത്താത്തവരുടെ ഗണത്തിൽപ്പെട്ടവനാണ് അൽ ജിദ് ബിൻ ഖൈസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പുറപ്പാടിനുള്ള ആഹ്വാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയപ്പോൾ ജിദ് ബിൻ ഖൈസ് വന്നിട്ട് പറഞ്ഞത് എന്താ? അവൻ പറഞ്ഞത്, റസൂലെ റോമയുടെ നേരെയാണ് പോണത്. ബനുൽ അസ്ഫർ, റോമാക്കാരുടെ നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പെൺമക്കളൊരു പ്രശ്നമാണ്. ഞാനൊരു വികാരജീവിയാണ്. അവിടെ എത്തിയിട്ട് ഞാൻ നിയന്ത്രണം വിട്ടാലോ? അതുകൊണ്ട് ഞാൻ ഫിത്നയിൽ അകപ്പെടും. അതുകൊണ്ട് ഞാൻ മക്കയിൽ നിന്നോളാം എന്നാണ് ആര് പറഞ്ഞത്? അൽ ജിദ് ഇബ്നു ഖൈസ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിലാണ് പറയുന്നത്, വമിൻഹും മൻ യഖൂലു ദന്നി വലാ തഫ്തിന്നി,
അലാ ഫിൽ ഫിത്നതി സഖതു വമിൻഹും അവരിലുണ്ട്, കപടന്മാരിലുണ്ട്, മൻ യഖൂൽ പറയുന്നവർ, ഇദന്നി വരാതിരിക്കാനുള്ള പെർമിഷൻ എനിക്ക് തരണം, അനുവാദം സമ്മതം തരണം. കാരണം എന്താ? വല തഫ്തിന്നി, എന്നെ ഫിത്നയിൽ പെടുത്തരുത്. കാരണം ഞാൻ നിങ്ങളുടെ കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ, റോമയിലെ പെൺമക്കൾ സ്ത്രീകളെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വികാരം പിടിച്ചു നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് പ്ലീസ് ഞാൻ മദീനയിൽ തന്നെ ഇരുന്നോളാം എന്നാണ് ജിദ് ബിൻ ഖൈസ് അന്ന് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്മാരുടെ വിഷയത്തിലാണ്, അത്തരക്കാരുടെ വിഷയത്തിലാണ് അള്ളാഹുവിൻ്റെ ആയത്തിറക്കിയത്. ഒരു പുറപ്പാട് അവരുദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് അവരുടെ പക്ഷത്തു നിന്നുണ്ടാകുമായിരുന്നു എന്നുള്ളത്. ഇത് കേവലം ഒരു തബൂക്കിൻ്റെ വിഷയമോ കപടന്മാരെ കൈകാര്യം ചെയ്യുന്നൊരു വിഷയമോ മാത്രമല്ല, പിന്നെയോ അള്ളാഹു അവൻ്റെ വചനമാക്കിയിട്ട് ഈ വചനത്തെ ഇറക്കുകയും വിശുദ്ധ ഖുർആനിൽ ഖിയാമത്ത് നാൾ വരെ നമ്മൾ പാരായണം ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ എല്ലാ വിശ്വാസികൾക്കും ഇതിലൊക്കെ പാടുണ്ട്. അതിലുള്ള പാഠങ്ങളിൽ ഒന്നാണ്, ഒരു അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകുമ്പോൾ ആ അവസരത്തെ മുതലെടുക്കുവാൻ മനസ്സുള്ളവരും നല്ല നീയത്തുള്ളവരും അതിനുള്ള തയ്യാറെടുപ്പ് നടത്തും എന്നുള്ളത്. അപ്പോൾ വിശുദ്ധ റമദാൻ മാസത്തെ സ്വീകരിക്കുവാൻ നല്ല നീയത്തുള്ളവരാണ് എങ്കിൽ അവർ നിറഞ്ഞ മനസ്സോടുകൂടി, നല്ല മനസ്സോടുകൂടി അതിനെ സ്വീകരിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് കാലേകൂട്ടി ഉണ്ടാവുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്. ഏതുപോലെ അനസ് ഇബ്നു നദറിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ആ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്നത് പോലെ, അനസ് ഇബ്നു നദർ എന്താ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? ബദറിൽ അനസ് ഇബ്നു നദറിനെ സംബന്ധിക്കുവാൻ അവസരം ഉണ്ടായില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്കുള്ള പടയെ നയിച്ചപ്പോൾ ബലാത്കാരമായി നിർബന്ധിച്ചുകൊണ്ട് എല്ലാവരെയും പുറപ്പെടാൻ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധത്തിന് പുറപ്പെട്ടതുമല്ല, ഖുറൈശികളുടെ ഒരു ഈർ യാത്രാ സംഘത്തെ ലക്ഷ്യമിട്ടിട്ടുള്ള പുറപ്പാടാണ്. അതുകൊണ്ട് തന്നെ ബദറിൽ അനസ് ഇബ്നു നദർ സംബന്ധിച്ചിട്ടില്ല. പക്ഷേ ഉഹുദിൻ്റെ സാഹചര്യം ബദറിൽ നിന്ന് വ്യത്യസ്തമാണ്. അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള 3000 പേർ മദീനയെ ലക്ഷ്യമാക്കി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് മുശാവറ നടത്തുകയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച്. അവിടെയാണ് അനസ് ബിൻ നദർ രംഗപ്രവേശനം ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂലേ, ബദറിൽ സാക്ഷിയാകുവാൻ എനിക്ക് അവസരം ഉണ്ടായില്ല. ഉഹുദിൽ നാളെ മുശ്രിക്കുകളോടുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമെങ്കിൽ ലയറയന്നല്ലാഹ് മാ അഫ്അൽ, ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളത് അള്ളാഹു കാണുക തന്നെ ചെയ്യും എന്നാണ് അനസ് ബിൻ നദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്. ബദറിൽ അവസരം ഉണ്ടായില്ല. നാളെ ഉഹുദ് അതിൽ മുശ്രിക്കുകളോടുള്ള ഒരു യുദ്ധമുണ്ട് എങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളത് അള്ളാഹു കാണുക തന്നെ ചെയ്യും എന്ന് അനസ് ബിൻ നദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. പറഞ്ഞത് കൃത്യമായി പുലർത്തിയ അനസ് ഉഹുദിൻ്റെ പൊടിയടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അനസിനെ അന്വേഷിക്കുവാൻ ആളെ വിടുകയാണ്. യുദ്ധം തീർന്ന് ശത്രുക്കൾ കിട്ടിയ ലാഭവുമായിട്ട് മക്കയെ ലക്ഷ്യമാക്കിയിട്ട് പാഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദിൻ്റെ മാറിൽ നിന്ന് ഇറങ്ങി രണാങ്കണത്തിൽ വിശ്വാസികളെ സംസ്കരിക്കുവാനും അതേപോലെ അന്വേഷിക്കുവാനും തുടങ്ങി. ഈ സമയം അനസ് ബിൻ നദറിനെ കാണാനില്ല. ആളെ വിടുകയാണ് അനസിനെ അന്വേഷിക്കാൻ. എല്ലാ മൃദുശരീരങ്ങളും പരതി അനസ് ബിൻ നദർ കൂട്ടത്തിൽ കാണാനില്ല. അവസാനം 70-ലേറെ വെട്ടുകൾ കുത്തുകൾ ഏറ്റ് ഏറെ വികൃതമാക്കപ്പെട്ട ഒരു മൃദുശരീരം കാണുകയാണ്. അതിൻ്റെ ഒരു വിരൽ മാത്രമാണ് വികൃതമാക്കപ്പെടാതെ ശേഷിപ്പുള്ളത്. അനസിൻ്റെ പെങ്ങൾ റുബയ്യ വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ വിരൽ നോക്കിയിട്ട് പറയുകയാണ്, ഇതെൻ്റെ സഹോദരൻ അനസിൻ്റെ വിരലാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്തുന്ന മാർഗേണ ഉഹദിൻ്റെ മാറിൽ ധീരധീരം പോരാടി രക്തസാക്ഷിയായി വീഴാണ്.
ഉഹദിൽ സംബന്ധിച്ചവർ അനസ് പറഞ്ഞത് അനുസ്മരിക്കുന്നുണ്ട്. സഅദ് ബിൻ മുആദും സഅദ് ബിൻ റബീഉം അനസും അവരൊന്നിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുന്ന മാർഗേണ ഉഹദിൽ പോരടിക്കുന്നത്. ശത്രു എയ്യുന്ന അമ്പുകൾ അവരുടെ ശരീരത്തിൽ സ്വീകരിച്ച്, വാൾ പ്രയോഗങ്ങൾ അവരുടെ മാറിൽ സ്വീകരിച്ച്, ശത്രുവിൻ്റെ ചാട്ടുളിയേർ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ശരീരം കൊണ്ട് പ്രതിരോധിച്ച് അവർ ധീരധീരം പോരാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കുവാൻ ഖാലിദിൻ്റെ നേതൃത്വത്തിൽ മുശ്രിക്കുകൾ വീണ്ടും ഒരിക്കൽ കൂടി ഉഹദിലേക്ക് കടന്നു വന്നപ്പോൾ ആ പ്രവാഹത്തിന് മുമ്പിൽ ഉറച്ചു നിന്ന അനസ് ഇബ്നു നദർ സഅദ് ബിൻ റബീഅനെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു വചനമുണ്ട്. സഅദ് വാഹൻ ലിരീഹിൽ ജന്ന അജിദുഹാ ദൂന ഉഹുദിൻ. സഅദ് വാഹൻ ലിരീഹിൽ ജന്ന, സ്വർഗത്തിൻ്റെ മണം അത് ഉഹദിൻ്റെ ഇപ്പുറത്ത് ഞാൻ എൻ്റെ മൂക്കിൽ അനുഭവിക്കുകയാണെന്ന് പറഞ്ഞാണ് ധീരധീരം പോരാടി അനസ് ഇബ്നു നദർ റളിയല്ലാഹു തആല അൻഹു ഉഹദിൻ്റെ മാറിൽ ഷഹീദായത്. ഞാൻ പറഞ്ഞു വരുന്നത് ജിദ് ബിൻ ഖൈസ് ഒരു മുഖമാണ്, അനസ് ഇബ്നു നദർ മറ്റൊരു മുഖമാണ്. അനസ് ഇബ്നു നദർ അവസരം അത് കാലേ കൂട്ടി അറിഞ്ഞ് അത് മുതലെടുക്കുവാൻ നല്ല നീയത്തിൽ പ്രഖ്യാപനം നടത്തി ഒരുങ്ങി പാടുപെട്ടു. അദ്ദേഹം അത് നേടുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകുന്ന സുവർണാവസരമാണ് വെളിപാടകലെ നാളുകൾക്കപ്പുറം വിശുദ്ധ റമദാൻ മാസമായിട്ടുള്ളത്. ആ ഒരു മാസത്തെ നമ്മൾ നല്ല നീയത്തിൽ ഹൃദ്യമായി സ്വീകരിക്കുന്ന ഒരു മനസ്സും തീരുമാനവും നമുക്കുണ്ടാകണം. അതിന് പ്രചോദനമാകാനാണ് ഈ ഒരു ചരിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അനുസ്മരിച്ചത്. നോമ്പ് അതിൻ്റെ മഹത്വവും പുണ്യവും നമുക്കെല്ലാം അറിയാം. വിശുദ്ധ റമദാൻ മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത പുണ്യമാണ് വിശുദ്ധ നോമ്പ്. അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രത്യേകതയും മനസ്സിലാക്കുവാൻ ചില ചരിത്രങ്ങൾ അനുസ്മരിക്കുന്നത് കരണീയമാണ്. ഒരിക്കൽ ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ അവരുടെ അമ്മാവന്മാർ 2 പേർ ഖുദാമ ഇബ്നു മദ്ഊനും ഉസ്മാൻ ഇബ്നു മദ്ഊനും ഹഫ്സ കരയുകയാണ്. ഖുദാമയും ഉസ്മാനും കരയുകയാണ്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഫ്സയെ തലാഖ് ചൊല്ലി എന്നുള്ള കാരണത്താലാണ്. ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മ സൈനബ് ബിൻത് മദ്ഊന്റെ സഹോദരങ്ങളാണ് ഖുദാമയും ഉസ്മാനും. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച മഹാന്മാരാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ, ഖുദാമ ഇബ്നു മദ്ഊൻ, അബ്ദുള്ള ഇബ്നു മദ്ഊൻ. ഇവരുടെ സഹോദരങ്ങളാണ്. ആദ്യ നാളുകളിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരിൽ ഉൾപ്പെട്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹഫ്സയെ തലാഖ് ചൊല്ലി, പെങ്ങളുടെ മകളെ തലാഖ് ചൊല്ലി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അതവർക്ക് അസഹ്യായി. ഹഫ്സക്കും അതിൽ പ്രയാസമുണ്ടായി. ആ സദസ്സിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നതാണ് ചരിത്രത്തിൽ. കരയുന്ന ആ കണ്ണുകളെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസന്നവദനനും ഏറെ സന്തോഷവാനുമാണ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്ന് അവിടെ പറഞ്ഞതെന്നറിയുമോ? റസൂലുള്ള പറഞ്ഞത്, ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നു. അള്ളാഹു നിയോഗിച്ചിട്ടാണ് ജിബ്രീൽ വന്നത്. എന്നിട്ട് ജിബ്രീൽ എന്നോട് പറഞ്ഞത്, റാജി ഹഫ്സ ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ വഹിയ സൗജതുക ഫിൽ ജന്ന എന്നാണ്. റാജി ഹഫ്സ, ഹഫ്സയെ മടക്കിയെടുക്കണം. ജീവിത സഖിയായി, ഭാര്യയായി, തുണയായി ഹഫ്സയെ നിങ്ങൾ തിരിച്ചെടുക്കണം. കാരണം ഫഇന്നഹാ സവ്വാമത്തുൻ, ഹഫ്സ നോമ്പെടുക്കുന്ന മഹദിയാണ്. ഖവ്വാമത്തുൻ, രാത്രി നമസ്കരിക്കുന്ന മഹദിയാണ്. ആദ്യം പറഞ്ഞത് നോമ്പിനെയാണ്. നോമ്പെടുക്കുന്ന മഹദിയാണ്, രാവിൽ നമസ്കരിക്കുന്ന മഹദിയാണ്. വഇന്നഹാ സൗജതുക ഫിൽ ജന്ന, മാത്രമല്ല ഹഫ്സത്ത് സ്വർഗത്തിൽ നിങ്ങളുടെ ഭാര്യയുമാണ് എന്ന് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അനുസ്മരിക്കുകയാണ്. ഹഫ്സയുടെ ജീവിതത്തിൽ
അതേപോലെ ഉസ്മാൻ്റെയും അതേപോലെ ഖുദാമയുടെയും ഒക്കെ ജീവിതത്തിൽ റളിയല്ലാഹു അനിൽ ജമീ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയായിരുന്നു അത്. ഉപരിലോകങ്ങൾക്ക് മീതെ നിന്ന് അള്ളാഹുവിൻ്റെ സാക്ഷ്യമാണ് ഹഫ്സയെക്കുറിച്ച് സവ്വാമ എന്നുള്ളത്, നോമ്പുകാരിയാണ് അവർ എന്നുള്ളത്, ഖവ്വാമ എന്നുള്ളത്. തിരുനബിയുടെ സ്വർഗത്തിൽ ഇണയായി പരിലസിക്കുവാനുള്ള ഭാഗ്യം അത് ഹഫ്സക്കുണ്ട് എന്നുള്ളത്. നാഫിഉ പറയുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലയായ അല്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെ മൗലയായ നാഫിഉ പറയുകയാണ്, ഈ ഒരു സുവിശേഷം ഭൂമിക്കുപരിയിൽ പറയപ്പെട്ടതിൽ പിന്നെ നിഷിദ്ധമാക്കിയ നാളുകളിലല്ലാതെ ഹഫ്സയെ നോമ്പ് ഉപേക്ഷിച്ചവരായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ്. അങ്ങനെയായിരുന്നു ഹഫ്സ റളിയല്ലാഹു തആലാൻ്റെ ചരിത്രത്തിൽ ഈ വിഷയത്തിനപ്പുറം നാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു അനുബന്ധ വർത്തമാനം, നോമ്പിൻ്റെ മഹത്വം അറിയിക്കുന്ന ഒരു ചരിത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അബു ഉമാമ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലെത്തി. റസൂലുള്ളാഹിയോട് അബു ഉമാമ പറയുന്നത്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലി ബിശ്ശഹാദ, റസൂലേ എനിക്ക് ഷഹാദത്തിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഷഹാദത്ത് രക്തസാക്ഷിത്വമാണ്, അതിനുവേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഒരു സൈനിക നിയോഗത്തിൻ്റെ തുടക്കത്തിൽ അബൂ ഉമാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടതാണ്, എനിക്ക് ഷഹാദത്തിന് വേണ്ടി നിങ്ങൾ തേടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, അല്ലാഹുവേ നീ ഇവരേക്ക് സുരക്ഷ നൽകണമേ, ഇവർക്ക് നീ ഗനീമത്തേകണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഉമാമക്ക് ഷഹാദത്തിന് വേണ്ടി തേടിയില്ല. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടും റസൂലുള്ളാഹി പറഞ്ഞത് അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, അല്ലാഹുവേ ഇവർക്ക് നീ രക്ഷയേകണമേ, ഇവരെ നീ രക്ഷപ്പെടുത്തി കൊണ്ടുവരണമേ, ഗനീമത്ത് നൽകണമേ, യുദ്ധാർജിത സ്വത്ത് നൽകണമേ. മറ്റൊരു യുദ്ധത്തിലും അബൂ ഉമാമ റസൂലുള്ളാഹിയോട് ആവശ്യപ്പെട്ടു, റസൂലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരടിച്ചൊരു ഷഹാദത്തിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴും പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും. സൈന്യം തിരിച്ചു വന്നു വിജയശ്രീലാളിതരായി ഗനീമത്ത് സ്വത്തുമായി. മൂന്നാമതൊരു പടയോട്ടത്തിനും അബൂ ഉമാമക്ക് അവസരം ലഭിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ഉമാമ ചോദിച്ചത് ഷഹാദത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആയിരക്കാനാണ്. തിരുനബി അപ്പോഴും ദുആയിരുന്നത് അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും എന്നാണ്. സലാമത്തിൽ ഗനീമത്ത് നേടിയ ആ സൈന്യം തിരിച്ചെത്തി. പിന്നെ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടത്, റസൂലെ സ്വർഗം ലഭിക്കാൻ ഒരു കർമ്മം നിങ്ങൾ എന്നെ അറിയിച്ചാലും, സ്വർഗം ലഭിക്കുവാൻ ഒരു കർമ്മം നിങ്ങൾ എന്നെ അറിയിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നേരം അബൂ ഉമാമയോട് പറഞ്ഞത് അലൈക ബിസ്സൗം ഫഇന്നഹു ലാ മിസ്ല ലഹ്, നീ നോമ്പ് അനുഷ്ഠിച്ചോ, നോമ്പിന് തുല്യമായൊന്നില്ല എന്നാണ്. ലാ മിസ്ല ലഹു എന്നും ലാ ഉദ്ല ലഹു എന്നും റിവായത്തുണ്ട്. നോമ്പ് ഏറെ ശ്രേഷ്ഠമായ കർമ്മമാണ് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിനെ അറിയിക്കുകയാണ്. അപ്പോൾ അത് നോമ്പിൻ്റെ മഹത്വം അറിയിക്കുന്ന മറ്റൊരു സംഭവമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പിൻ്റെ വിഷയത്തിൽ ഉണർത്തിയ ഹദീസുകൾ അതെല്ലാം അറിയുന്നവരും അതിൽ ഉത്ബോധനം ലഭിക്കപ്പെട്ടവരുമാണ് നമ്മളെല്ലാവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, ഒരു ദിവസം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഒരാൾ നോമ്പെടുത്താൽ അവൻ്റെ മുഖത്തെ അള്ളാഹു 70 വർഷത്തെ വിദൂരതയിലേക്ക് അകറ്റും എന്നാണ്. നരകത്തിൽ നിന്ന് മറയും ദേഹേച്ഛകളിൽ നിന്ന് രക്ഷയുമാണ് നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അറിയിച്ചിട്ടുണ്ട്. സൗം എന്ന് പറഞ്ഞാൽ യസ്തജിന്നു ബിഹൽ അബ്ദു മിനന്നാർ, നരകത്തിൽ നിന്ന് ദാസൻ നോമ്പിലൂടെ മറ സ്വീകരിക്കും. നോമ്പ് നരകത്തെ തൊട്ട് ഒരു മനുഷ്യന് പരിചയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. നോമ്പിൻ്റെ മഹത്വങ്ങൾ വിളിച്ചറിയിക്കുന്ന സംഭവങ്ങൾ ഇതുപോലെ, ഹദീസുകൾ, തിരുമൊഴികൾ ഇതുപോലെ ധാരാളമുണ്ട്. റയ്യാൻ നോമ്പുകാർക്ക് പ്രവേശിക്കുവാനുള്ള സ്വർഗീയ കവാടമാണ്. നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നോമ്പുകാർ റയ്യാനിലൂടെ പ്രവേശിക്കുമ്പോൾ റയ്യാൻ എന്ന സ്വർഗീയ കവാടം തുറന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നത് ഐന സായിമൂൻ, നോമ്പുകാർ എവിടെ എന്നാണ്. അങ്ങനെ നോമ്പുകാർ പ്രവേശിച്ചാൽ തിരുനബി പറയുകയാണ്, മൻ ദഖലഹു ശരിബ്
വമൻ ശരിബ ലം യദ്മ ബഅദഹു അബദ. ആ കവാടത്തിലൂടെ പ്രവേശിക്കുന്നവർ, സ്വർഗത്തിൽ പാനം ചെയ്യും, സ്വർഗീയ പാനം ചെയ്യുന്നവർ ഒരിക്കലും പിന്നെ ദാഹിക്കാത്ത നാളുകളിലായിരിക്കും എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയതാണ്. അതേപോലെ ലിസ്വാഇമി ഫറഹത്താൻ, ഫറഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫറഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. നോമ്പുകാരൻ രണ്ട് സന്തോഷ തിമർപ്പിലാണ്. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴാണ് എങ്കിൽ മറ്റൊന്ന് നോമ്പുകാരൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നാളെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നമായി വഫസ്, നോമ്പുകാർക്ക് അവർക്കുള്ള പ്രതിഫലം അള്ളാഹു ഏറ്റെടുത്ത് അത് അള്ളാഹു കണക്കില്ലാതെ എണ്ണവും വണ്ണവുമില്ലാതെ അവർക്കേകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നൽകിയ സുവിശേഷവും സന്തോഷ വാർത്തയും ഒക്കെ നമുക്കറിയാം. ഏറെ പുണ്യങ്ങളുള്ള, പ്രതിഫലങ്ങൾ ഏറെ പറയപ്പെട്ട, പോരിശകൾ ഏറെ അറിയിക്കപ്പെട്ട ഒരു പുണ്യകർമ്മമാണ് വിശുദ്ധ നോമ്പ്. ആ നോമ്പ് അള്ളാഹു ഷറആക്കിയ, നിർബന്ധമായി ഷറആക്കിയ മാസമാണ് റമദാൻ മാസം. ഹിജ്റയുടെ 2-ലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിൽ നോമ്പിനെ നിർബന്ധമാക്കുന്നത്, ഷറആക്കുന്നത്. അതിനു മുമ്പ് ആഷൂറയിലെ നോമ്പായിരുന്നു നിർബന്ധമായിട്ടുള്ള നോമ്പ്. പക്ഷേ ഹിജ്റയുടെ 2-ൽ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പിനെ ഷറആക്കി. ബുദ്ധിയുള്ള, പ്രായപൂർത്തിയായ, മുസ്ലിമായ, നാട്ടിൽ താമസിക്കുന്ന, നോമ്പെടുക്കാൻ കഴിവുള്ള എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും നോമ്പെടുക്കൽ നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാത്തി മിനൽ ഹുദ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. റമദാൻ മാസത്തിൽ സാക്ഷികളാകുന്നവർ, ജീവിച്ചിരിപ്പുള്ളവർ, നോമ്പെടുക്കുവാൻ കഴിവുള്ളവർ, അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് ഒരു മാസം, അനുഗ്രഹീത മാസം, അത് വെളിപാടകലെ ഒരതിഥിയായി നമ്മളുടെ വരെ വന്നെത്തുകയാണ്. അതിനെ ഹൃദ്യമായി സ്വീകരിക്കുവാൻ, നല്ല നീയത്തിൽ സ്വീകരിക്കുവാൻ, യഥാവിധം സ്വീകരിക്കുവാൻ നമ്മൾ അള്ളാഹുവിനോട് ദുആയിരക്കുകയും അതിനു വേണ്ട അനിവാര്യമായ തയ്യാറെടുപ്പുകൾ നമ്മൾ നിർവഹിക്കുകയും ചെയ്യണം എന്ന ഒരു വസിയത്താണ് ഇവിടെ എനിക്ക് നിർവഹിക്കുവാനുള്ളത്. ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. ഹക്കീം ഇബ്നു ഹിസാം, അദ്ദേഹം ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരപുത്രനാണ്. ഹക്കീം ഇബ്നു ഹിസാം ഇബ്നുൽ ഖുവൈലിദ്, ഖദീജ ബിന്തുൽ ഖുവൈലിദ്. ഹക്കീം ഇബ്നു ഹിസാമിൻ്റെ അമ്മായിയാണ് ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഹക്കീം ഇബ്നു ഹിസാം അദ്ദേഹം വളരെ ബുദ്ധിമാനായിരുന്നു. മക്കയിൽ ഖുറൈശികളിൽ അങ്ങനെ ബുദ്ധിയുടെ വിഷയത്തിൽ കേളികേട്ട ചില നിപുണന്മാരുണ്ടായിരുന്നു. ഈ ഹക്കീം ഇബ്നു ഹിസാം മക്കം ഫതഹിന് മുമ്പ് ഇസ്ലാം സ്വീകരിക്കേണ്ടായി. മക്കം ഫതഹിന് മുമ്പ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് മക്കം ഫതഹിന് വേണ്ടി പുറപ്പെടുമ്പോൾ ഹക്കീം ഇബ്നു ഹിസാം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ 4 പേര് ഇസ്ലാം സ്വീകരിച്ചെങ്കിൽ എന്ന ഒരു പ്രതീക്ഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. അത് റസൂലുള്ളാഹി തൻ്റെ സഹാബത്തിനോടൊത്ത് പങ്കിടുകയും ചെയ്തിരുന്നു. അബൂ സുഫിയാൻ ഇബ്നു ഹർബ്, അത്താബ് ഇബ്നു ഉസൈദ്, ഹക്കീം ഇബ്നു ഹിസാം, സുഹൈൽ ഇബ്നു അംർ, ഈ 4 പേർ ഇവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എന്ന് റസൂലുള്ളാഹി ആശിക്കുകയും അത് സഹാബത്തിനോട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ നല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാരായിരുന്നു. പക്ഷേ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മനുഷ്യന്മാരുടെ ബുദ്ധിയെ മൂടിയിടും. ആ ഒരു പരീക്ഷണത്തിൽ അവർ അകപ്പെട്ടു എന്നുള്ളത് ചരിത്രത്തിലൊരു നേരാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്നുള്ള തൻ്റെ സൈന്യവുമായിട്ട് മക്കയിൽ എത്തുന്നതിന് മുമ്പ്, മക്ക ഫതഹാവുന്നതിന് മുമ്പ് ഈ 4 പേര് ഇസ്ലാം സ്വീകരിച്ചു. സുഹൈൽ ഇബ്നു അംർ സ്വീകരിച്ചു, അത്താബ് ഇബ്നു ഉസൈദ് സ്വീകരിച്ചു,
ഹക്കീം ഇബ്നു ഹിസാം സ്വീകരിച്ചു. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് മുആവിയ റളിയല്ലാഹുവിൻ്റെ ഉപ്പയും ഇസ്ലാം സ്വീകരിച്ചു. 4 ബുദ്ധിമാന്മാരും ഇസ്ലാം സ്വീകരിക്കേണ്ടായി. മക്ക ഫതഹായതിൽ പിന്നെ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുമായി കണ്ടുമുട്ടിയ ഒരു ചരിത്രം. മക്ക ഫതഹിനപ്പുറം ചില യുദ്ധങ്ങൾ നടന്നു. യുദ്ധാർജിത സ്വത്തുക്കൾ കുമിഞ്ഞുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹക്കീം ഇബ്നു ഹിസാമിന് ഒരു വിഹിതം നൽകി. അത് കൈപ്പറ്റിയ ഹക്കീം ഇബ്നു ഹിസാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വീണ്ടും ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വീണ്ടും കൊടുത്തു. അത് കിട്ടിയ അദ്ദേഹം വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ഹക്കീം ഇബ്നു ഹിസാമിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും നൽകുകയുണ്ടായി. 3 തവണ ഹക്കീം ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹക്കീമിന് നൽകുകയും ഉണ്ടായി. ഈ ഹക്കീം ഒരു നിസ്സാരക്കാരനല്ല. പല കാരണങ്ങളാലും അദ്ദേഹം ഒരു ബുദ്ധിമാനാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം മുശ്രിക്കാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ആദരവിലാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മക്കയിലാണ് ഹക്കീമെങ്കിലും മദീനയിലേക്ക് പലായനം ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിൽ നിന്ന് വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ അദ്ദേഹം കൊടുത്തയക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വൈയക്തികമായിട്ടുള്ള ഒരു അടുപ്പവും സ്നേഹവും അയാൾക്ക് മുശ്രിക്കാണെങ്കിലും ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹക്കീം ബിൻ ഹിസാമാണ് കഅബത്തിനകത്ത് പ്രസവിക്കപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തിത്വം. ഹക്കീം ബിൻ ഹിസാമിൻ്റെ മാതാവ് അവർക്ക് ആ കുടുംബത്തിന് കഅബയിൽ കയറാനും കഅബയിൽ പ്രവേശിച്ച് ഇരിക്കാനൊക്കെയുള്ള അവസരം ഉണ്ടായിരുന്നു ജാഹിലിയത്തിൽ, അവരുടെ ചില പ്രത്യേക ചിട്ടവട്ടങ്ങളിൽ. അങ്ങനെയാണ് ഹക്കീം ബിൻ ഹിസാമിൻ്റെ മാതാവ് നമ്പരമെടുത്ത് ഹക്കീമിനെ കഅബത്തിൽ പ്രസവിച്ചു എന്ന് ചരിത്രത്തിൽ പറയുന്നത്. അല്ലാഹു ആലം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് 3 തവണ ഹക്കീം ചോദിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് നൽകുകയും ചെയ്തു. 3ാമത് നൽകിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹക്കീം ഇബ്നു ഹിസാമിനോട് പറഞ്ഞൊരു വർത്താനുണ്ട്. അതെന്താണ്? ഇന്ന ഹാദൽ മാല ഖദിറത്തുൻ ഹുൽവ ഫമൻ അഖദഹാ ബിസഖാവതി നഫ്സിഹി ബൂരിക ലഹു ഫീഹി വമൻ അഖദഹാ ബിഇശ്റാഫി നഫ്സിൻ മിൻഹു ലം യുബാരിക് ലഹു ഫീഹി ഫഹുവ കല്ലദീ യഅകുൽ വലാ യശ്ബഅ. എന്താ ഈ വചനം അർത്ഥമാക്കുന്നത്? ഹക്കീം 3 തവണ തന്നിൽ നിന്ന് സ്വീകരിച്ച് തിരുസവിധത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്ന ഹാദൽ മാൽ, ഹക്കീം ഈ സമ്പത്ത് ഖദിറത്തുൻ ഹുൽവ, ഇത് പച്ചപ്പുള്ളതും മധുരമുള്ളതുമാണ്. എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വേണ്ടാത്ത ഉണക്കിയല്ല, ജുഗുപ്സാവഹമായ കൈപ്പുറ്റ തിക്തമായ ഒരു വസ്തുവല്ല, ആളുകൾ തുപ്പിക്കളയണമൊന്നുമല്ല. പിന്നെയോ ഇത് പച്ചപ്പുള്ളതും ഇത് ഹൃദ്യവുമാണ്. ആളുകൾ ചോദിക്കുകയും കിട്ടാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുകയും പണിയെടുക്കുകയും ചെയ്യേണ്ട സംഗതിയാണ് ഈ സ്വത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വത്ത് ഇങ്ങനെയാണ് എങ്കിലും ഫമൻ അഖദഹ ബിസഖാവതി നഫ്സിഹി ബൂരിക ലഹു ഫീഹി, അത്യാർത്തിയില്ലാതെയാണ് ഒരാൾ സ്വത്ത് കൈപ്പറ്റുന്നത് എങ്കിൽ അയാൾക്ക് ആ സ്വത്തിൽ ബർക്കത്ത് നിശ്ചയിക്കപ്പെടും. വമൻ അഖദഹ ബി ഇശ്റാഫി നഫ്സിൻ മിൻ, ഒരാൾ ആർത്തിയോട് കൂടിയാണ് ഈ സ്വത്ത് അത് കൈയാളുകയും എടുക്കുകയും ചെയ്യുന്നത് എങ്കിൽ ലം യുബാറക് ലഹു ഫീഹി, അയാൾക്കതിലൊരിക്കലും ബർക്കത്ത് നൽകപ്പെടുകയില്ല. ഫഹുവ കല്ലദീ യഅകുൽ വലാ യശ്ബഅ, അവൻ്റെ ഉദാഹരണം വയറ് നിറയാതെ തിന്നുകൊണ്ടിരിക്കുന്നവൻ്റെ ഉപമ. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തിന്നുന്നു പക്ഷേ വയറ് നിറയണില്ല. എന്താ? അപ്പോൾ തിന്നുകൊണ്ടിരിക്കും 24 സാ, വയറ് നിറയില്ല. അതാണ് അത്തരക്കാരുടെ ഉപമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിൽ ഈ വർത്തമാനം ഏറെ സ്വാധീനിച്ചു. അദ്ദേഹം പിൽക്കാലത്ത് ജീവിച്ചു. ദീർഘായുസ് നിശ്ചയിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഹക്കീം ഇബ്നു ഹിസാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്, ഞാൻ ചരിത്രം വായിച്ചതനുസരിച്ച് 60 വയസ്സുണ്ട് തോന്നുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചു. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഇവരുടെ ഖിലാഫത്തിലൊക്കെ ജീവിച്ചു. മുആവിയ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലാണ് ഹക്കീം റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. അപ്പോൾ ദീർഘായുസ് ജീവിച്ചിട്ടുണ്ട്. എന്താ ചരിത്രം പറയുന്നത്? ചരിത്രം പറയുന്നത് ഹക്കീം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, പ്രവാചകരെ,
ഈ നിങ്ങളോടുള്ള ഈ ഒരു കണ്ടുമുട്ടലിന് അപ്പുറം ഇനി ഞാൻ ഒരാളോടും യാതൊന്നും ചോദിക്കൂല. സദസ്സ് പിരിഞ്ഞു. ആ സഭ അവസാനിച്ചു. ചരിത്രം ഏറെ മുന്നോട്ട് പോയി. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ ഇസ്ലാമിക രാഷ്ട്രം വിസ്തൃതി പൂണ്ട് ഫൈഅ് സ്വത്ത് കുമിഞ്ഞുകൂടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വീതിക്കുകയാണ്. മുസ്ലിമീങ്ങൾക്കിടയിൽ ഫൈഅ് സ്വത്ത് വീതിക്കുമ്പോൾ ഹക്കീം ബിൻ ഹിസാമിനെ അബൂബക്കർ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫൈഅ് സ്വത്തിൽ നിങ്ങളുടെ വിഹിതമാണിത്. ഫൈഅ് സ്വത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിം സൈന്യം യുദ്ധം ചെയ്യാതെ ലഭിക്കുന്ന സ്വത്താണ്. അതുകൊണ്ട് തന്നെ യോദ്ധാക്കൾക്കിടയിൽ അത് മുഴുവനായിട്ട് വീതിക്കൂല, അത് പൊതു മുസ്ലിമീങ്ങൾക്കിടയിൽ വീതിക്കും. അപ്പോൾ ഫൈഅ് സ്വത്തിൽ നിങ്ങളുടെ വിഹിതമാണിത്, വന്ന് സ്വീകരിച്ചാലും എന്ന് ഹക്കീം ബിൻ ഹിസാമിനോട് പറഞ്ഞപ്പോൾ ഹക്കീം ഒരു നാണയം പോലും അതിൽ നിന്ന് സ്വീകരിക്കുവാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം അത് പൂർണ്ണമായി തിരസ്കരിച്ചു. ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ വീണ്ടും ഫൈഅ് സ്വത്ത് ഓരി വെക്കുന്ന ദിനം വന്നപ്പോൾ ഉമർ ഹക്കീമിനെ വിളിച്ചു. എന്നിട്ട് നിങ്ങളുടെ വിഹിതമാണ്, ഇത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഹക്കീം തിരസ്കരിച്ചു. അപ്പോൾ ഉമർ ആവലാതിപ്പെട്ടു ആളുകളോട്, എല്ലാവർക്കും വിഹിതം കൊടുത്തു, അവർ സ്വീകരിച്ചു. ഹക്കീം സ്വീകരിക്കുന്നില്ല, ഞാൻ അതിൽ അപരാധിയാണ്. ഹക്കീം തിരസ്കരിച്ചു. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലും അലിയാരുടെ ഖിലാഫത്തിലും സ്വത്ത് ഈ വിഹിതം വെച്ചപ്പോൾ ഹക്കീം ഇബ്നു ഹിസാം അത് തിരസ്കരിച്ചു. മുആവിയയുടെ ഖിലാഫത്തിലും അങ്ങനെയാണ്. പക്ഷേ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൽ ഹക്കീം ഇബ്നു ഹിസാം മരണപ്പെടുമ്പോൾ ചരിത്രം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അക്സറുൽ ഖുറൈശി മാലൻ. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൽ ഹക്കീം മരിച്ചപ്പോൾ ആ മരണപ്പെട്ട വ്യക്തിയെക്കുറിച്ച് പറയുന്നത് ഖുറൈശികളിൽ ഏറ്റവും സമ്പന്നനാണ് മരണപ്പെട്ടത് എന്നാണ്. ഖുറൈശികളിൽ ഏറ്റവും സമ്പന്നനാണ് മരണപ്പെട്ട ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു തആല അൻഹു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയത്. എന്തുകൊണ്ട് സമ്പത്ത് കൈപ്പറ്റുമ്പോൾ അത് കൈപ്പറ്റേണ്ട വിധം കൈപ്പറ്റി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണ് എങ്കിലാണ് സ്വത്തിൽ ബർക്കത്ത് എന്ന്. ഇത് നമുക്കൊക്കെ ഒരു പാഠാകേണ്ടതുണ്ട്. സ്വത്ത് അത് കുറച്ചാണെങ്കിലും അത് നമ്മൾ യഥാവിധം കൈപ്പറ്റി കയ്യിൽ വെക്കുമ്പോഴാണ് അതിൽ ബർക്കത്തുണ്ടാകുക, അനുഗ്രഹം ഉണ്ടാകുക. ഇന്ന് സ്വത്ത് വരുന്നു, പലപ്പോഴും അതെങ്ങനെ വരുന്നു എന്നതിലൊരു സൂക്ഷ്മത പലർക്കും ഇല്ലാത്ത ഒരു യുഗത്തിലാണ് നമ്മളുള്ളത്. സ്വത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിൽ അവകാശങ്ങളുണ്ട്, അതിൽ ബാധ്യതകളുണ്ട്. ആ അവകാശങ്ങളും ബാധ്യതകളും അതിൻ്റെ അർഹർക്ക് വീതിച്ചു കൊടുക്കേണ്ടതും സകാത്തായി സദക്കയായി നൽകേണ്ടതുമാണ്. പക്ഷേ പലരും അതിൽ പിശുക്കുന്ന, അതിൽ ലുബ്ധത കാണിക്കുന്ന ഒരു ദുസ്ഥിതിയാണുള്ളത്. സകാത്ത് കൊടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ട സ്വത്താണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ അതിൽ നിന്ന് സകാത്ത് പോയില്ല എങ്കിൽ അന്യൻ്റെ വിഹിതം ശേഷിച്ച് മലിനമാകുന്ന മൊത്തം സ്വത്താണ് അയാൾ ഉപയോഗിക്കുന്നത്. നമ്മളുടെ സ്വത്ത് അത് നമ്മൾ സഖാവത്തുൻ നഫ്സിൽ സ്വീകരിച്ച് അതിൽ നൽകേണ്ടതായ അവകാശങ്ങൾ നൽകി അനുഗ്രഹീതമായ സ്വത്താക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരിക്കലും അത്യാർത്തിയിൽ തിന്നുക, വയറ് നിറയാത്തത് കാരണത്താൽ വീണ്ടും തിന്നുക എന്നതുപോലെ യഥേഷ്ടം വാരിക്കൂട്ടുകയും അവകാശങ്ങൾ, അർഹതകൾ അതിൽ നിന്ന് പോകേണ്ടതും നൽകേണ്ടതും നൽകാതെ ഒരു ദുഷിച്ച സ്വത്തിൻ്റെ ഉടമയാകാൻ ഒരിക്കലും നമ്മൾ പാടുള്ളതല്ല. വിശുദ്ധ റമദാൻ അനുഗ്രഹീത നാളുകളെയും രാവുകളെയും കൊണ്ടാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അജ്വദുന്നാസ് മിനർ റീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ജനങ്ങളിൽ അത്യുദാരനായിരുന്നു റമദാനിൽ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഔദാര്യ മനസ്കതയും ഔദാര്യത്തിൻ്റെ ഹസ്തദാനവും അത് നമുക്കും ഉണ്ടാകണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സദഖ അത് ഒരിക്കലും നഷ്ടമല്ല, അതൊരിക്കലും കുറവല്ല. സക്കാത്ത് എന്ന് സക്കാത്തിന് പേര് തന്നെ പറയാൻ കാരണം സക്കാത്തിലൂടെ വളർച്ചയാണ്, സക്കാത്തിലൂടെ സംസ്കരണമാണ്. സക്കാത്തിന് വളർച്ച എന്നും സംസ്കരണം എന്നും ഭാഷയിൽ അർത്ഥമുണ്ട്. ആ രണ്ടർത്ഥം വരുന്ന പദം ഈ ഒരു പുണ്യകർമ്മത്തിന് നാമകരണം നൽകാൻ കാരണം സക്കാത്തിലൂടെ പോഷിപ്പാണ്, സക്കാത്തിലൂടെ ശുദ്ധീകരണമാണ്. നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ കുറയൂല, കൂടുകയാണ് ചെയ്യുക, ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുക. അനുഗ്രഹീതമായ സ്വത്ത് നമ്മുടെ സ്വത്തായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാനഖസത് സദഖത്തുൻ മിൻ മാൽ, ഒരു ദാനധർമ്മവും
ഒരു സമ്പത്തിനെയും കുറച്ചിട്ടില്ല. യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്, പലിശയെ അള്ളാഹു കെടുത്തും ദാനധർമ്മങ്ങളെ അള്ളാഹു പോഷിപ്പിക്കുകയും വളർത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇൻകം അതിനെക്കുറിച്ച് നോക്കി ആലോചിച്ച് അതിൽ സക്കാത്തിൻ്റെ വിഹിതം പോയിട്ടുണ്ടോ നൽകിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട്. അതേപോലെ നമ്മൾ അനിവാര്യമായും സഹായിക്കേണ്ട, നമ്മളുടെ പക്ഷത്തുനിന്ന് നമ്മൾ ഭാഗമാക്കാക്കേണ്ട ധാരാളം പുണ്യപ്രവൃത്തികൾ, അതേപോലെ ധാരാളം അനുഗ്രഹീത കർമ്മങ്ങൾ, സഹായങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ അതൊക്കെ ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് അന്വേഷിച്ച് നമ്മളുടെ പങ്ക് അതിൽ നൽകി നമ്മളുടെ സാന്നിധ്യം ആ വിഷയങ്ങളിൽ നമ്മൾ തെളിയിക്കണം എന്നാണ് എനിക്ക് ഇത്തരുണത്തിൽ ഉണർത്താനുള്ളത്. സെൻറ്ററുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സക്കാത്തിൻ്റെ, അതേപോലെ തന്നെ സദഖാത്തിൻ്റെ, അതേപോലെ ഇതര നമ്മളുടെ ദഅവ പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ളതായൊക്കെ വിഷയങ്ങളിൽ ഇത്തരം ഒരു ആലോചന ഉണ്ടാകണം എന്നുകൂടി ഉണർത്താനാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ചത്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നമ്മളുടെ സമയങ്ങൾ ഒരിക്കലും നമ്മൾ കൊല്ലാനോ പാഴാക്കാനോ പാടുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച പുരുഷായുസ് വളരെ കുറവാണ്. ആ പുരുഷായുസിൽ എത്രമാത്രമാണ് അള്ളാഹ്ക്ക് ഇബാദത്ത് ഒരു പുണ്യത്തിൽ നമുക്ക് സമയം ചെലവഴിക്കാനുണ്ടാകുക? നമ്മൾ ഉണർന്നിരിക്കുന്ന ഒരു പുണ്യത്തിൽ നമുക്കുടെ നല്ല നീയത്തിൽ സമയം ചെലവഴിക്കാനുള്ള അവസരം ഇവിടെ കുറവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ആ സമയം പോലും നമ്മൾ പാഴാക്കുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല എന്ന് ഉണർത്തുകയാണ്. സംഭവബഹുലമാണ് വർത്തമാന യുഗം. ഈ വർത്തമാന യുഗത്തിൽ ചിലരെ ഏതൊരു പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും സമയമല്ല, തിരക്ക്, കമ്പനി പ്രശ്നം, ജോലി പ്രശ്നം, അങ്ങനെ പലവിധ വിഷയങ്ങൾ. മനുഷ്യന്മാർ അങ്ങനെയാണ് ബിലാശക്ക്. പക്ഷെ ചിലർക്ക് ഒരു സംഗതിക്ക് ഒഴിവില്ല, പക്ഷേ മൂപ്പർക്ക് ഈ തൊട്ട് കൂട്ടാനൊരു ഇഷ്ടം പോലെ സമയം. കട്ട് ആൻഡ് പേസ്റ്റ് ആൻഡ് സെൻഡ്. നമ്മൾ കുറേ ഒരു ഗൗരവത്തിൽ കണക്കെടുക്കേണ്ട ഒരു വിഷയം കൂടിയാണത്. വിശിഷ്യ അത് മാസായാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ എന്താണ് കൈമാറുന്നതെന്നും മെസ്സേജായി മറ്റുള്ളവർക്ക് നമ്മൾ സമ്മാനിക്കുന്നതെന്നും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ചില വിഷയങ്ങൾ അത് വളരെ ഗൗരവപ്പെട്ടുള്ളതായ കാര്യങ്ങളാണ്. ചില വാർത്തകൾ നമ്മളത് ഭാഗമാക്കേണ്ട ഒരു ആവശ്യമല്ല, പക്ഷെ ചിലരെന്ത് ചെയ്യും, അതിലും ഭാഗമാക്കാകും. ഒരു കാര്യം നടന്നോ നടന്നില്ലേ എന്നുള്ളതില്ല, അപ്പോഴത്തേക്ക് ഒരു വാർത്ത. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാൻ ഇവിടെ ഇത് എനിക്ക് ഒരു പ്രയാസമുണ്ടെന്ന് പറയുന്നതിൽ. നമ്മളൊരു വലിയ പ്രോഗ്രാം നമ്മൾ ചിട്ടപ്പെടുത്തി ശരിയാക്കി നമ്മളതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തുന്ന സന്ദർഭത്തിൽ ഒരു ന്യൂസ്, എന്താ ന്യൂസ്, ഒരു മഹാസ്ഫോടനം, അതിൽ ഒരു ദുരന്ത വാർത്ത, എത്രയാൾ മരിച്ചു എന്നുള്ളൊരു വാർത്തയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരാൾ ഇതാണ് മെസ്സേജ് വന്നിരിക്കുന്നു, മെസ്സേജ് അയച്ചു. അയാൾ നമ്മളൊരാൾക്ക് അയച്ച് അയാൾ ആകെ ടെൻഷനായി പോകും. പക്ഷേ നമ്മളത് അറിഞ്ഞിട്ടുമില്ല, നമ്മളത് കണ്ടിട്ടുമില്ല, നമുക്കത് അറിയും വേണ്ട. നമ്മളുടെ പരിപാടി നമ്മൾ തുടർത്തും, നമ്മൾ അതിൻ്റെ തർത്തീബുകൾ കൊണ്ടുപോവുകയാണ്. അള്ളാഹു ഇത് നടക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇത് നടക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നടക്കണ്ട എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, നടക്കില്ല. അത് വായിച്ചു നോക്കുമ്പോൾ ആ രാവിലെ ഉറക്കം മുഴുവൻ പോയി. അങ്ങനത്തെ ടെൻഷനായ വാർത്തയാണ്. ഒന്ന് അള്ളാഹു കാക്കട്ടെ എന്ന് ദുആ ചെയ്ത് നേരം പോയി നോക്കുമ്പോൾ എന്താ, ഒന്നുമില്ല, ഒന്നും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു മാന്ത്രിക പൂച്ചയുണ്ട്. പണ്ട് ആ കാലഘട്ടത്തിൽ അതൊക്കെ വായിക്കുകയായിരുന്നു. അതിൽ ഉണ്ട് ഒരു മാന്ത്രിക പൂച്ചനെ കുറിച്ച് ഒരു പുസ്തകം. കുറേ പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട് ഒന്നും സംഭവിച്ചില്ല. അതേപോലെ ഒന്നും സംഭവിച്ചില്ല, അങ്ങനെ ഒരു പരിപാടിയല്ല. പക്ഷേ ഇത് കേട്ടില്ല മാത്രയിൽ എന്ത് ചെയ്ത് ഒരു ന്യൂസാക്കി എഴുതിയിട്ട് ഒരാൾ വേറൊരാൾക്ക് അയച്ച്, വേറൊരാൾ വേറൊരാൾക്ക് അയച്ച്. എന്തിന്? ഈ തർത്തീബ് ചെയ്യുന്ന പ്രവർത്തകർ ഒന്ന് ഇത് നിർത്താൻ, അല്ലെങ്കിൽ അവർക്കൊന്നൊരു ഇത് വരാൻ. നമ്മളോട് എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യൻ.
ഒരു വാർത്ത നമ്മളൊന്ന് ഉറപ്പാക്കണ്ടേ? ചിലർക്ക് ഒന്നിനും നേരമില്ല എന്ന് പറയും, എന്നാൽ ഇതിന് നല്ല നേരമുണ്ട്. മൂപ്പരുടെ പങ്കാളിത്തം ശരിക്കും വായിക്കാൻ പറ്റും. എത്രയോ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ മൂപ്പരയച്ച്. പിന്നെ ചിലതൊക്കെ നമ്മൾ ഒരു മുഅ്മിൻ, അൽ മുഅ്മിൻ കയ്യീസുൻ ഫത്തിൻ, ഒരു സത്യവിശ്വാസി അവൻ ബുദ്ധിജീവിയാണ്, അവൻ പിന്നെ ഉൾക്കാഴ്ച ഉള്ളവനാണ്. നമ്മൾ ഭാഗമാക്കേണ്ടതില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് നമ്മളതിൽ തലയിട്ടിട്ട് നമ്മളതൊക്കെ പിന്നെ ഉണ്ടാക്കിയിട്ട് അയക്കുന്നതും? അതേപോലെ തന്നെ ചിലത് ഭയപ്പാടിൻ്റെയും ഭീതിയുടെയും വാർത്തകളായിരിക്കും. എന്തിനാണ് ആളുകളെ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളും കുട്ടികളും ഇതൊക്കെ ഇവരൊക്കെ നമ്മൾ ഭീതിപ്പെടുത്തുന്നത്, അറിയിക്കുന്നത്? ഒരു വാർത്ത ഞാൻ സെൻറ്ററിൻ്റെ തന്നെ ഒരു ഇതിൽ ഉണ്ട്, ഒരു മ്യൂസിക്കിൻ്റെ അകമ്പടിയിൽ ഒരു പിന്നെ ക്ലിപ്പ് വന്ന് ഞാൻ ഒരിക്കൽ എന്നെ പിന്നെ മക്കൾ കേൾപ്പിച്ച്, ഇത് സെൻറ്ററിൻ്റെ എന്ന് പറഞ്ഞിട്ട്. ഞാനത് കാണാൻ പോകില്ല, പക്ഷേ ചിലതുണ്ടെങ്കിൽ മക്കൾ എനിക്ക് കേൾപ്പിക്കുക. അതിലുണ്ട് ഒരു മ്യൂസിക്കിൻ്റെ അകമ്പടിയിൽ ഒരു കഷ്ണം ഒരാൾ ഇട്ടാണ്. അതേപോലെ വേറെ ചില കാര്യങ്ങളൊക്കെ നമ്മളത് സൂക്ഷിക്കേണ്ടതുണ്ട്. ഒന്നാമത് നമ്മൾ അൽഹംദുലില്ലാ ഒരു പിന്നെ സെറ്റപ്പിൽ ഇവിടെ പോകുന്നു, അള്ളാഹുവിൻ്റെ ഔദാര്യത്താൽ. നമ്മളൊരു ആൾക്കൂട്ടം, നമ്മളിത് ഒരു തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും പ്രചാരകരായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ്. ഒരിക്കലും പിന്നെ ഈ പിന്നെ നമ്മളെ നാടൻ ഭാഷയിൽ പറയും, ഈ പേട്ട് തേങ്ങ തങ്ങി കപ്പലിക്കാൻ പാടില്ല. ഒരിക്കലും നമ്മൾ ആ പേട്ട് തേങ്ങയായിട്ട് തരം താഴാൻ പാടുള്ളതല്ല ഈ കപ്പലിനെ നിർത്താൻ വേണ്ടിയിട്ട്. നമ്മൾ വളരെ സൂക്ഷിച്ച് ഒരു ഫായിദ ഉള്ളത്, ആളുകൾക്ക് ഉപകാരപ്രദമായത്, വൈജ്ഞാനികമായത്, ഗുണപ്രദമായത് അതായിരിക്കണം. നമ്മൾ എല്ലാത്തിലും നമ്മൾ കയറിയിട്ട് നമ്മൾ ആളാകണം എന്നുള്ളത് ഇല്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും പിന്നെ അതിൽ സൂക്ഷ്മത പുലർത്തണം എന്നുള്ളതാണ്. ഇത് ഞാൻ പിന്നെ ഒരിക്കലും ഒരു പിന്നെ ഇതിനൊരു വേറൊരു പക്ഷപാതം ഉണ്ടാവരുത്. ഒരിക്കലും നമ്മളതിലൊരു പിന്നെ ഗുണാംശമില്ലാത്ത എന്തെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുള്ളൊരു വർത്താനമല്ല. നമ്മൾ അന്യോന്യം വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ എന്ന ഒരു ഉദ്ദേശം മാത്രമേ അതിലുള്ളൂ. അള്ളാഹു നമ്മളെല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സുകൾക്ക് വിശാലത നൽകുമാറാവട്ടെ. അള്ളാഹു അവന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. പരസ്പര സ്നേഹത്തിൽ കാരുണ്യത്തിൽ പ്രവർത്തിക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി അള്ളാഹു നമ്മളെല്ലാവരെയും നിലനിർത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പൊറുക്കുമാറാവട്ടെ, നമ്മുടെ വീഴ്ചകളെ നികത്തുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു അവൻ്റെ മഹത്തായ ഫضലിനാൽ നമുക്കെല്ലാവർക്കും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്ത് നമ്മുടെ ചില സഹോദരങ്ങളുണ്ട്, അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു അവർക്കും നമുക്കും അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും കനിയുമാറാവട്ടെ. ഇഹത്തിലും പരത്തിലുമുള്ള അള്ളാഹുവിൻ്റെ മുആഫാത്ത് ഉണ്ടായി അവർക്കും നമുക്കും അള്ളാഹു ഏകുമാറാവട്ടെ. അവർക്കേറ്റ മുസീബത്തിൽ അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അവർക്ക് പകരം നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ പ്രീതി നൽകുമാറാവട്ടെ. അള്ളാഹു അവന് ഇഷ്ടപ്പെടുന്നവരായി പിരിഞ്ഞു പോകാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. യഥാവിധം വിശുദ്ധ റമളാനെ വരവേൽക്കുന്ന മഹത്തുക്കളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم احفظ لهذه البلاد أمنها ورجال أمنها. اللهم احفظ لهذه البلاد رخاءها واستقرارها. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين قيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.